ബുജ്ജി ആൻഡ് ഭൈരവ BNB അങ്ങനെയാണ് അവരതിന് പേരിട്ടിരിക്കുന്നത്. ആമസോൺ പ്രൈം വീഡിയോയിൽ അവൈലബിൾ ആയിട്ടുള്ള 14 മിനിറ്റ് ദൈർഘ്യമുള്ള 2 വീഡിയോസ്. കൽക്കി സിനിമ നാളെ റിലീസാണ്. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ പിറ്റേ ദിവസം പടം റിലീസാണ്. അപ്പോൾ ആ സിനിമ കാണുന്നതിന് മുമ്പ് ഇത് കാണുകയാണെങ്കിൽ നന്നായിരിക്കും തോന്നുന്നു. പക്ഷേ ഇത് കണ്ടില്ല എന്ന് വെച്ചിട്ട് നമുക്ക് പ്രത്യേകിച്ചൊന്നും നഷ്ടപ്പെടാനില്ല എന്നും എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഇത് ബുജിയും ഭൈരവയും ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഒരു മനുഷ്യനും അവർ ഒരുമിച്ച് മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്നു, ഒരു പാർട്ട്ണർഷിപ്പിലേക്ക് വരുന്നു എന്ന് പറയുന്നതാണ് കാര്യം. അത് അവരങ്ങനെയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ആ സിനിമയിൽ കണ്ടു തുടങ്ങുകയാണെങ്കിൽ ഈ ആനിമേഷൻ സീരീസ് കണ്ടിട്ടില്ല എന്ന് വെച്ചിട്ട് നമുക്ക് നഷ്ടമൊന്നും സംഭവിക്കാനില്ല. എന്നാൽ അതേസമയം ഈ സിനിമയിൽ നമ്മൾ എന്താണ് പ്രതീക്ഷിക്കേണ്ടത് എന്ന് പറയുന്നൊരു കാര്യം ആ ഷോർട്ട് വെബ് സീരീസിലുണ്ട്. പ്രഭാസ് ആണ് ഭൈരവ എന്ന് പറയുന്ന കഥാപാത്രത്തിനെ അവതരിപ്പിക്കുന്നത്. കൽക്കി എന്ന് പറയുന്ന സിനിമ നടക്കുന്നത് ഒരുപാട് വർഷങ്ങൾക്ക് അപ്പുറമാണ്. ആ സമയം ആകുമ്പോഴേക്കും ഈ ഭൂമിയിൽ നല്ലതെന്ന് പറയാവുന്ന ഈവൻ വെള്ളവും ഓക്സിജനും പോലും നമ്മൾ പൈസ കൊടുത്ത് വാങ്ങേണ്ട, പൈസയല്ല അവർ യൂണിറ്റ്സ് എന്നാണ് പറയുന്നത്, യൂണിറ്റ്സ് കൊടുത്ത് വാങ്ങേണ്ട ഒരു സിറ്റുവേഷനിലാവുന്നുണ്ട്. അപ്പോൾ സർവൈവ് ചെയ്യേണ്ടി വരുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ, അതായത് ഏറ്റവും താഴെ തട്ടിൽ നിൽക്കുന്ന ആളുകൾ, അവരൊക്കെ ജീവിക്കുന്ന ഒരു പ്രദേശമുണ്ട്. പക്ഷേ എല്ലാ സുഖ സൗകര്യങ്ങളും ഉള്ള ഒരു മേളിലൊരു ലോകം, നമുക്ക് സ്വർഗം എന്നൊക്കെ പറയുന്നത് പോലെ അങ്ങനത്തെ ഒരു കൺസെപ്റ്റിലുള്ള ഒരു ലോകം അവിടെയുണ്ട്. അപ്പോൾ ഈ ഭൂമിയിലുള്ള അല്ലെങ്കിൽ ഈ താഴ്ന്ന പ്രദേശത്ത് ജീവിക്കുന്ന ആളുകൾ അവരുടെ ഒക്കെ ആഗ്രഹം ആ സ്വർഗം പോലത്തെ സ്ഥലത്ത് പോകണം, അല്ലെങ്കിൽ ആ രാജകീയമായ ജീവിത സൗകര്യങ്ങൾ അനുഭവിക്കണം എന്നൊക്കെ ഉള്ളതാണ്. എന്തായാലും ഈ മുകളിലത്തെ കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടല്ലോ, ഇവരുടെ നല്ല കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ട്രാവൽ ചെയ്യുന്ന, ട്രാൻസ്പോർട്ട് ചെയ്യുന്ന പരിപാടികൾ, ആ പരിപാടികളുടെ സമയത്ത് ഇവരെ അറ്റാക്ക് ചെയ്യുന്ന റെബൽസ് അടങ്ങുന്ന വേറൊരു കൂട്ടമുണ്ട്. സ്വാഭാവികമായിട്ടും അങ്ങനെയാണല്ലോ, കുറേ ജനങ്ങളുണ്ടാവും. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും അല്ലെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാത്തിൻ്റെയും നല്ലത് മാത്രം രുചിക്കുന്ന വളരെ കുറച്ച് ആളുകളുണ്ടാവും. പക്ഷേ ഈ ജനങ്ങളുടെ കൂട്ടത്തിൽ നിന്നോ അല്ലാതെയോ ഇവർക്കെതിരെ, ഇവർ ഈ നല്ലത് മാത്രം സുഭിക്ഷമായിട്ട് ജീവിക്കുന്നു, ഇത് എല്ലാവർക്കും കൊടുക്കേണ്ടതാണല്ലോ, അല്ലെങ്കിൽ ഞങ്ങളത് ആക്രമിച്ച് കീഴടക്കേണ്ടതാണ്, ഞങ്ങൾക്കും അത് അനുഭവിക്കണം എന്ന് പറയുന്ന വേറൊരു ഗ്രൂപ്പ് ഉണ്ടാവും. നമുക്ക് വേണമെങ്കിൽ ഈ സിനിമയുടെ ട്രെയിലറൊക്കെ കണ്ടപ്പോൾ ഒരു മഹാഭാരത യുദ്ധമൊക്കെ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ട്രെയിലർ സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് വളരെ യങ് ആയിട്ടുള്ള അമിതാഭ് ബച്ചനെ വരെ കാണാൻ പറ്റും. അപ്പോൾ ദേവലോകം, ഭൂമി, അസുരന്മാർ എന്നുള്ള രീതിയിലും വേണമെങ്കിൽ ഇതിനെ നമുക്ക് കണക്ട് ചെയ്യാനൊക്കെ പറ്റും. എന്തായാലും ആ 3 വേൾഡിൻ്റെ ഒരു ബേസിക് സ്ട്രക്ചർ നമുക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് ഈ 15 മിനിറ്റ് വരുന്ന 2 ഷോർട്ട് ഫിലിംസ് കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഫീൽ ചെയ്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് ഇംഗ്ലീഷ് സിനിമകൾ നമ്മൾ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഇംഗ്ലീഷ് സിനിമകളിലെ ഒരുപാട് കാര്യങ്ങൾ അതുപോലെ കോപ്പിയാക്കി വെച്ചിട്ടുണ്ട്. ഈ ബൗണ്ടി സിസ്റ്റം എന്ന് പറയുന്നത്, അതുപോലെ സ്ക്രാപ്പിൽ നിന്ന് ഒരാൾക്ക് എല്ലാ കഴിവുകളും ഉള്ള അല്ലെങ്കിൽ എല്ലാ ബുദ്ധിയുള്ള ഒരു കാര്യം കിട്ടുന്നു എന്ന് പറയുന്നത്, പിന്നെ ഈ ബൗണ്ടി ഹണ്ടേഴ്സ് എന്ന് പറയുന്ന ആ ഒരു എലമെൻ്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതുകൊണ്ടുണ്ടാകുന്ന ഗുണം എന്താണ് എന്നൊക്കെ പറയുന്ന പോലത്തെ ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ശരിക്കും ഈ സിനിമയിലെ ഈ 2 ഷോർട്ട് ഫിലിംസിലെ അല്ലെങ്കിൽ ഷോർട്ട് വെബ് സീരീസിലെ ഓരോ ഷോട്ടും കാണുമ്പോൾ എനിക്ക് എത്രയോ ഇംഗ്ലീഷ് സിനിമകൾ ഇങ്ങനെ ഓർമ്മ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു എന്നറിയോ, അല്ലെങ്കിൽ വളരെ കുറച്ച് ഇംഗ്ലീഷ് സിനിമകളുടെ വളരെ പ്രധാനപ്പെട്ട ഒരുപാട് ആക്ഷൻ സീക്വൻസുകൾ ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും വളരെ ഫ്രഷ് ആയിട്ടുള്ള, ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒന്നുമല്ല നമ്മൾ തിയേറ്ററിൽ കാണാൻ പോകുന്നത്. പക്ഷേ ഒരു ഇന്ത്യൻ സിനിമ എന്നുള്ള രീതിയിൽ നമ്മുടെ ഇന്ത്യൻ ഇതിഹാസങ്ങളെ എങ്ങനെയാണ് ഇതിൽ കൂട്ടിച്ചേർക്കുന്നുണ്ടാവുക എന്നൊക്കെ അറിയാനുള്ള ആകാംക്ഷയാണ് ഇപ്പോൾ ഈ 2 വെബ് സീരീസ് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ, സമയം ഉണ്ടാവും, 14 മിനിറ്റുള്ള 2 വീഡിയോ ക്ലിപ്സാണ്. ഈ കൽക്കി കാണുന്നതിന് മുമ്പ് ഇതൊന്ന് കാണുകയാണെന്നുണ്ടെങ്കിൽ ഒരു മുൻധാരണ നമുക്കുണ്ടാവും, നമ്മൾ ഇതാണ് കാണാൻ പോകുന്നതെന്ന്. അപ്പോൾ നമ്മളൊന്ന് പ്രിപ്പയർഡ് ആവുമല്ലോ, അമിത പ്രതീക്ഷകളും ഉണ്ടാവില്ല, എന്നാൽ അതേസമയം ആവശ്യമുള്ളൊരു ധാരണ നമുക്ക് ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഒന്ന് കണ്ടു നോക്കുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആൻഡ് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.